ഹായ് ഹലോ നമസ്കാരം. ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഇറ്റലിയിലേക്കൊക്കെ പോകാൻ ഒരുപാട് പേര് ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഏജൻസികൾക്കൊക്കെ പൈസ കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ശ്രദ്ധിച്ചും കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇറ്റലിയിലേക്ക് പോകാൻ റെഡിയായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ എനിക്ക് ഒന്ന് രണ്ട് കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇറ്റാലിയൻസിന് ഇംഗ്ലീഷ് അറിയത്തില്ല. നിങ്ങളിവിടെ പോയി ഇംഗ്ലീഷ് സംസാരിക്കാനാണ് പോണേയെങ്കിൽ അത് നമുക്ക് നടക്കത്തില്ല. അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല. മാക്സിമം പോകുന്ന ആൾക്കാർ നിങ്ങൾ ഇറ്റാലിയൻ ഭാഷ കുറച്ചെങ്കിലും പഠിച്ച് വെക്കുക. കാരണം നമുക്ക് ഒരുപാടൊന്നും പഠിക്കാനില്ല, അത്യാവശ്യം പിടിച്ച് വെക്കാനുള്ള ഇറ്റാലിയൻ ഭാഷ പഠിച്ച് വെക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പം അവിടുത്തെ മെഡിക്കൽ ഫീൽഡ് ഭയങ്കര വീക്കാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കണ്ട് അതിനുള്ള മെഡിസിൻ വാങ്ങിച്ച്, ഇപ്പോൾ ഏജൻസിയൊക്കെയാണെങ്കിൽ പറയുക നിങ്ങൾ മെഡിസിൻ കൊണ്ടുപോകാൻ പാടില്ല, അത് കൊണ്ടുപോകാൻ പാടില്ല. ഞാൻ പറയണത് ഒരു 1-2 മാസത്തേക്ക് നിങ്ങൾക്ക് ഷുഗറോ കൊളസ്ട്രോളോ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഡോക്ടറെ കണ്ട് ചീട്ട് എഴുതിച്ച് നിങ്ങളൊരു 1 മാസത്തേക്ക് 2 മാസത്തേക്കുള്ള മെഡിസിൻ വാങ്ങിച്ചുകൊണ്ട് തന്നെ പോകുക. കാരണം ഞാൻ അവിടെ കുറച്ച് നാൾ നിന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ഇത് കൊളസ്ട്രോളും ഷുഗറൊക്കെ ഉള്ള ആൾക്കാർക്ക് മെഡിസിൻ കിട്ടാതെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഫസ്റ്റിൽ ചെല്ലുമ്പോൾ നമുക്ക് ആരോട് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ആരെയും പരിചയക്കാരില്ല. അപ്പം നിങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം വിസയൊക്കെ ഉള്ള ആൾക്കാരുണ്ട് അവിടെ. ഈ പറഞ്ഞ പോലെ തന്നെ വിസയൊക്കെ നാട്ടിൽ വന്ന് പോകുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ അവരോട് പറഞ്ഞാൽ പോലും നമുക്കൊരു 2-3 മാസമൊക്കെ ആകുമ്പോൾ കുറച്ച് പേരൊക്കെ ആയിട്ട് പരിചയപ്പെടും. അങ്ങനെ നമുക്ക് അവരെ കൊണ്ട് പറയിപ്പിച്ച് നാട്ടിൽ നിന്ന് കൊണ്ടുവരാം. പിന്നെ അങ്ങനെ അപ്പം നിങ്ങൾ പോണ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ കുറച്ച് മെഡിസിൻ നിങ്ങൾ വാങ്ങിച്ച് കൊണ്ടുപോകുവാണ് നല്ലത്. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറയുമ്പം, നിങ്ങൾ പോകുന്നതിന് മുന്നേ, അതെൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുവാണ്, നിങ്ങൾ പോകുന്നതിന് മുന്നേ നിങ്ങളുടെ ബോഡി ഫുള്ളൊന്ന് ചെക്ക് ചെയ്തിട്ട് പോവുകയാണ് ഏറ്റവും നല്ല കാര്യമായിരിക്കും. കാരണം വേറൊന്നുമല്ല, നമ്മൾ പറയും അയ്യോ യൂറോപ്പാണ്, അല്ലെങ്കിൽ നമുക്ക് ഇവിടത്തേക്കാളും നല്ല ഒരിക്കലും അല്ല. നമ്മുടെ മെഡിക്കൽ ഫീൽഡ് എപ്പോഴും നല്ലത് ഇന്ത്യയിൽ തന്നെയാണ്. പക്ഷെ അവിടെ വർഷങ്ങളായിട്ട് നിൽക്കുന്നവർക്ക് കുഴപ്പമില്ലായിരിക്കും, എനിക്കറിയില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ച് പുതിയതായിട്ട് ചെല്ലണ സമയത്ത് നമുക്ക് ഭാഷ അറിയില്ല, അവിടുത്തെ കാര്യങ്ങൾ അറിയില്ല. ഇപ്പോൾ എന്തിനും നമുക്കൊരു അസുഖം ഉണ്ടെങ്കിൽ പോലും ഡോക്ടറോട് കറക്റ്റായിട്ട് പറഞ്ഞ് നമുക്ക് കൊടുക്കാൻ നമുക്കറിയില്ല. നമ്മുടെ ലാംഗ്വേജ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, ഇറ്റാലിയൻ ഭാഷയിൽ നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞ് അവരെ വ്യക്തമാക്കി കൊടുക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ചെക്ക് ചെയ്ത് അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്ന് അറിഞ്ഞതിന് ശേഷം പോകുമായിരിക്കും ഒന്നും നല്ലത്. കാരണം നമ്മൾ വിസയോട് കൂടിയല്ല അവിടെ പോണത്. മാക്സിമം ഇറ്റലി പോകുന്ന ആൾക്കാർ നമ്മൾ വിസിറ്റിംഗ് വിസയിൽ ചെന്നിട്ട് അവിടെ നിൽക്കുക ചെയ്യണത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിച്ച് വരാൻ പറ്റില്ല. അഥവാ തിരിച്ച് വന്നാൽ നമുക്ക് ഇത്രയും എമൗണ്ടൊക്കെ മുടക്കി ഏജൻറ്റിന് കൊടുത്തിട്ടൊക്കെ പോകുന്നതല്ലേ നമ്മൾ. അപ്പോൾ നമുക്ക് തിരിച്ച് വരാൻ പറ്റാത്തത് കൊണ്ട് മാക്സിമം അസുഖം വന്നാലൊക്കെ അവിടെ നിൽക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഇറ്റലി പോകണം എന്ന് പറഞ്ഞ് എല്ലാവരും പോകണം, ചിലപ്പോൾ ഫ്രണ്ട്സൊക്കെ ഇടുന്ന വീഡിയോസോ ഫോട്ടോസൊക്കെ കണ്ടത് കൊണ്ടായിരിക്കണം. ഇറ്റലിയെ സംബന്ധിച്ച് നമ്മളവിടെ ഏജ്ഡ് ആയിട്ടുള്ള, അതായത് പ്രായമുള്ള പേരൻസിനെ നോക്കാൻ വേണ്ടിയിട്ടാണ് മാക്സിമം അവിടുത്തെ ജോലികൾ. നമുക്ക് കൂടുതലും ജോലികളും അതൊക്കെ തന്നെയാണ്. അപ്പോൾ അവരെന്ന് പറയുമ്പം ഒരു 10-8 പേർക്കും മെൻ്റലി, അതായത് മാനസികമായിട്ട് പ്രശ്നമുള്ള ആളുകളായിരിക്കും അവർ. അപ്പോൾ നമ്മളിവിടെ അടിച്ചു പൊളിച്ചൊക്കെ നാട്ടിൽ നടന്നിട്ട് നമ്മൾ പെട്ടെന്ന് ഇറ്റലി അവിടെ ചെന്ന് കഴിയുമ്പം, ഇപ്പം നേഴ്സിംഗ് ഫീൽഡ് താല്പര്യമില്ലാത്ത ആളുകൾ അവിടെ ചെല്ലണമെങ്കിൽ ഇപ്പം നമ്മൾ ഇപ്പോൾ കിടക്കുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെയാണ് ചെയ്തു കൊടുക്കേണ്ടത്. അതുപോലെ ഇപ്പം വെളിയിൽ ഇപ്പം നമ്മളിപ്പം ഇവിടുന്ന് പോയ ഫ്രണ്ട്സ് കാര്യങ്ങൾ അവർക്ക് അവിടെ സുഖമാണ് എന്നൊക്കെ പറയും. കാരണം ആകെ ഒരു സൺഡേ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ബാക്കി ഈ 6 ദിവസവും നമ്മൾ ഈ വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ്, ഈ പേഷ്യൻറ്റിനെ നോക്കി നമ്മൾ ഈ വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ്. വളരെ ചുരുക്കം വീടുകൾക്ക് മാത്രമേ നമുക്ക് പുറത്ത് പോയി ഷോപ്പ് ചെയ്യാനോ ഒക്കെ ഇത് വരുള്ളൂ. പല ആൾക്കാർക്കും പല സ്വഭാവം. ഇപ്പം നമ്മുടെ നാട്ടിലെ ആൾക്കാരെ ക്യാരക്ടർ കണ്ടിട്ടില്ല, പലർക്കും പല ക്യാരക്ടർ, പല വീട്ടിലും പല ഫുഡിൻ്റെ രീതി. ഇതുപോലെ തന്നെയാണ് ഇറ്റലിയിലും, വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ അവരുടെ രീതിയിലുള്ള ഇതൊന്നും മാത്രം. അപ്പോൾ നമ്മൾ ഈ ആകെ ഒരു സൺഡേ ആയിരിക്കും ഇറങ്ങണത്. അപ്പോൾ നമ്മൾ ആദ്യം ചെല്ലുന്ന സമയത്ത് നമ്മളെ വീട്ടുകാരെ പിരിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് ആകെ സംസാരിക്കാൻ പറ്റുന്നില്ല. കാരണം അവിടെ എല്ലാവരും ഇറ്റാലിയൻസാണ്, ഇറ്റാലിയൻ സംസാരിക്കണത്. ഇംഗ്ലീഷ് പറയുന്നവരും അല്ലെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാവുന്നവരും വളരെ ചുരുക്കം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പെട്ടെന്ന് അങ്ങ് ചെന്ന് കയറുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മാനസികമായിട്ട്. അതായത് ജോലിയേക്കാളും കൂടുതൽ നമുക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും. പിന്നെ നമ്മൾ നോക്കുന്ന പേഷ്യൻ്റ് ചിലപ്പം ഭയങ്കരമായിട്ട് സൗണ്ട് എടുക്കുന്ന ആൾക്കാരായിരിക്കും, ചിലപ്പോൾ ചില ആൾക്കാർ ഉപദ്രവിക്കുന്ന ആൾക്കാരായിരിക്കും, അങ്ങനെ പല സ്വഭാവത്തിലുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മളത് നേരത്തെ കൂട്ടി, ഇതായിരിക്കും നമ്മുടെ ജോലി, ഇത്ര പാടായിരിക്കും, അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് ഭയങ്കര സ്വർഗ്ഗമാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആരും അങ്ങോട്ട് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്.
നമുക്ക് ഒരുപാട് കഷ്ടപ്പാടുള്ള ജോലി തന്നെയാണ്. പക്ഷേ അത് ഒരുപക്ഷെ നമുക്ക് ഹെൽത്ത് വൈസ് അല്ലായിരിക്കും, മെൻ്റലി നമുക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ള ജോലിയാണ്. മെയിനായിട്ടും ഇറ്റാലിയൻ ഭാഷ പഠിച്ചെടുക്കുക. ഇറ്റാലിയൻ ഭാഷ നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു അസുഖം വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളൊന്ന് പറഞ്ഞ് അവരോട് മനസ്സിലാക്കിക്കണമെങ്കിൽ നമുക്ക് ഇറ്റാലിയൻ ഭാഷ അറിഞ്ഞാലേ നമുക്ക് അത് പറ്റുള്ളൂ. ഇപ്പോൾ ഞാനൊരു 3 വർഷത്തോളം ഇറ്റലിയിലുണ്ടായിരുന്നു. എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത്. ഇപ്പോൾ ഈ 3 വർഷമായിട്ട് അവർ പറയണമെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. തിരിച്ച് അത്യാവശ്യം കാര്യങ്ങൾ ഞാൻ സംസാരിക്കും. നമ്മളൊരു വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അധികം സംഭാഷണങ്ങൾ വരുന്നില്ല. ആ വീട്ടിൽ ഉപയോഗിക്കുന്ന വാക്കുകളും ആ വീട്ടിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളും ഒക്കെ നമുക്ക് അത്യാവശ്യം പഠിച്ച് നമുക്കറിയാം. അവരതാണ് പറയണത് അല്ലെങ്കിൽ അവരിതാണ് പറയണത് നമുക്ക് അത്യാവശ്യം അറിയാൻ പറ്റും. അപ്പം നമ്മൾ വെളിയിലൊക്കെ ഇറങ്ങി ജോലി, ഇപ്പോൾ ഹോട്ടലിലൊക്കെ അവിടെ ഉണ്ട് സീസൺ വർക്ക് പോലെ ഹോട്ടലിലൊക്കെ ജോലി കിട്ടും. പക്ഷേ ആ ജോലി എന്ന് പറയുമ്പോൾ നല്ല അത്യാവശ്യം നല്ല കട്ടിയുള്ള ജോലികളായിരിക്കും അവിടെ കിട്ടണത്. പിന്നെ ഇപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മളവിടെ ചെന്ന് ഈ ട്രാൻസ്ലേറ്റർ ഉപയോഗിക്കാമെന്ന് പറയും. നമ്മൾ ഈ ചില പേരൻസ്, അതായത് ചില പ്രായമുള്ളവർക്ക് നമ്മൾ ഈ ട്രാൻസ്ലേറ്റർ ഉപയോഗിക്കണം അങ്ങനെ ഇഷ്ടപ്പെടത്തില്ല. ഇപ്പം ഞാൻ ചെന്ന് അവിടെയുള്ള സമയത്ത് എൻ്റെ കൂടെയുള്ള ഒരു ചേച്ചി ഇതുപോലെ തന്നെ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ച് അമ്മൂമ്മയുടെ അടുത്ത് ഇങ്ങനെ കാണിച്ച്, അപ്പം അമ്മൂമ്മ, അതായത് ഈ ട്രാൻസ്ലേറ്ററിൽ ആണുങ്ങളുടെ സൗണ്ടല്ലേ വരുന്നത്, അപ്പം അമ്മൂമ്മ ചോദിച്ചു, നീ ഏത് ആണുങ്ങളെയും കൊണ്ട് ഇവിടെ വന്നേന്ന്. അതായത് ഈ ട്രാൻസ്ലേറ്ററിൽ നമുക്ക് അതിൻ്റെ സൗണ്ട് നമുക്ക് ഇതാക്കി കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കാം. അപ്പം അങ്ങനെ അവർക്ക് ഫോണൊന്നും ഇഷ്ടമല്ല യൂസ് ചെയ്യണം ചില അമ്മമാർക്ക്. കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് മാനസികമായിട്ട് പ്രശ്നമുള്ള ആളുകളാണ്, അവർക്കിതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ അതുപോലെ ഫുഡ് നമ്മളിവിടെ നിന്ന് ചോറും കറിയൊക്കെ നല്ല എരിവും പുളിയൊക്കെ തിന്ന് പഠിച്ച ആൾക്കാർ നമ്മൾ അവിടെ ചെല്ലണ സമയത്ത് നമുക്ക് ഒരിക്കലും എരിവോ പുളിയോ ഉപ്പോ ഒന്നും ഇല്ലാത്ത ഫുഡായിരിക്കും നമുക്ക് കൂടുതലെന്നല്ല, ഇറ്റാലിയൻ ഫുഡ് അങ്ങനെയാണ്. നമ്മളത് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, പിന്നീട് നമ്മളത് ആ ഒരു ഇതിലേക്ക് വന്നോളും. നിങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ എന്താ പറയുക, നമ്മൾ വേറൊരു രാജ്യത്തേക്കാണ് പോണത്. അത് നമ്മളിപ്പോൾ ഒരു പെണ്ണിനെ കെട്ടിച്ച് വിടുമ്പോഴത്തേനും നമ്മളൊരു വേറെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു ഇതില്ലേ, അത് പിന്നെ നമ്മുടെ നാടാണെന്ന് ഓർക്കാം. പക്ഷേ ഇത് നമ്മൾ വേറെ രാജ്യത്തേക്കാണ് പോണത്. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും വന്നാൽ തിരിച്ച് വരാൻ പറ്റില്ല. അപ്പോൾ അതെല്ലാം ചിന്തിച്ച് എല്ലാം കറക്റ്റാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ പോകാൻ തയ്യാറെടുക്കുക. അതുപോലെ ഇപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും ഒരുപാട് മലയാളീസും അതുപോലെ സൺഡേ ഒക്കെ ഒത്തിരി പേരിറങ്ങും. ആകെ നമുക്കൊരു സൺഡേ മാത്രം നമുക്ക് മലയാളികളുടെ റൂമുണ്ട്. നമുക്ക് അവിടെ ചെന്ന് രാവിലത്തെ ഫുഡ്, ഉച്ചത്തെ ഫുഡും വൈകുന്നേരത്തെ ഫുഡ് തന്നു വിടുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കഴിച്ചിട്ട് നമ്മൾ ആ ഒരു സൺഡേ ആണ് നമുക്ക് ഇറങ്ങാൻ പറ്റുന്നത്. പക്ഷേ ചില വീടുകളിൽ സൺഡേ നിന്നാൽ നമുക്ക് എക്സ്ട്രാ പൈസ എന്തൊക്കെ കിട്ടും കേട്ടോ. പക്ഷേ ഇതൊക്കെയാണെങ്കിലും നിങ്ങൾ സൂക്ഷിച്ചും കണ്ടൊക്കെ പോകും.